വടക്കഞ്ചേരി മേഖലയിൽ കനത്ത മഴയിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള മഴക്കെടുതി. ദേശീയപാതയിൽ വരെ വെള്ളം കയറി ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വലിയ നാശനഷ്ടമാണ് വടക്കഞ്ചേരിയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ഞായറാഴ്ച രാത്രിയാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ഇടവഴികളിലും ഗ്രാമീണ പാതകളിലും മാത്രമല്ല ദേശീയപാതയിലും വരെ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഉണ്ടായി. റോഡിലൂടെ തോടുപോലെ വെള്ളം ഒഴുകുകയായിരുന്നു. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ ഡയാനയ്ക്ക് സമീപം വെള്ളക്കെട്ടുണ്ടായി. തോടിലേക്ക് ഒഴുകിയകലേണ്ട വെള്ളം റോഡിൽ കെട്ടിനിന്നതാണ് ഗതാഗത തടസ്സം സൃഷ്ടിച്ചത്. റോഡിന്റെ 300 മീറ്ററോളം ദൂരം തോടിന് സമാനമായിരുന്നു. JCB ഉപയോഗിച്ച് വെള്ളം തോട്ടിലേക്കൊഴുക്കാൻ സംവിധാനമൊരുക്കി. വടക്കഞ്ചേരി മംഗലം പാലത്ത് ദേശീയപാതയിൽ വെള്ളം കയറി സർവീസ് റോഡ് ഭാഗികമായി വെള്ളത്തിനടിയിലായി. പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. വാഴകൃഷി വെള്ളം കയറി നശിച്ചു. കാർ കനത്ത വെള്ളക്കെട്ടിൽ അകപ്പെട്ടു. ഗതാഗതം ഒരു ഭാഗത്തുകൂടിയായി ക്രമീകരിച്ചു. കിഴക്കഞ്ചേരി ചേരത്തോട് റോഡ് വെള്ളത്തിനടിയിലായി. 150 മീറ്റർ ദൂരത്തേക്ക് മുട്ടോളം വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വടക്കഞ്ചേരി ഭാഗത്തേക്കുള്ള റോഡാണ് വെള്ളത്തിനടിയിലായത്. വാഹന ഗതാഗതം അസാധ്യമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കിഴക്കഞ്ചേരി തിരുവറയിൽ തോട് കരകവിഞ്ഞു. തിരുവറ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള തോടാണ് കരകവിഞ്ഞത്. തോട്ടിലെ വെള്ളം കയറി വയലുകൾ വെള്ളത്തിനടിയിലായി. ചേരാമ്പാടം, വാക്കോട്, ചന്തപ്പുര പാടശേഖരങ്ങളാണ് വെള്ളത്തിനടിയിലായത്. മമ്പാട് കാരപ്പാടം റോഡ് വെള്ളത്തിൽ മുങ്ങി. റോഡിനിരുവശവുമുള്ള വയലുകൾ വെള്ളത്തിനടിയിലായി. ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനഗതാഗതം സാധ്യമാവുന്നത്. മഴ കനത്തതോടെ വടക്കഞ്ചേരി മേഖലയിൽ 4 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ EMS കമ്മ്യൂണിറ്റി ഹാളിലും NSS കരയോഗം ഹാളിലും പന്ന്യങ്കര സ്കൂളിലും മംഗലം ഗാന്ധി സ്മാരക സ്കൂളിലുമാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. ചുവട്ടുവാടം ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഈ കുടുംബങ്ങളിലെ ആളുകളെ പന്ന്യങ്കര സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. റോഡിന് എതിർദിശയിലുള്ളവരെയും ഇങ്ങോട്ട് മാറ്റി. മംഗലം മൂച്ചിത്തൊടി ഭാഗത്തുള്ളവരെയും ദേവദാൻ സെന്ററിന് സമീപത്തുള്ള കുടുംബങ്ങളെയും പാളയം കുറവത്ത് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെയും EMS കമ്മ്യൂണിറ്റി ഹാളിലും NSS കരയോഗം ഹാളിലും മംഗലം ഗാന്ധി സ്മാരക സ്കൂളിലുമായി പ്രവേശിപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.